നമ്മുടെ കേരളത്തിലുള്ള കർഷകർക്ക്, കൃഷിഭൂമിയുള്ളവർക്ക്, നിലവിൽ തരിശായിട്ട് സ്ഥലം കിടക്കുന്നവർക്ക് ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതിൻ്റെ അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതായത് കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയിട്ട് കർഷകരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു ജനക്ഷേമ പദ്ധതി കേര എന്ന് പറയുന്ന സ്കീമിന് കീഴിൽ, അതായത് കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്കീം ലോക ബാങ്കിൻ്റെ സഹായത്തോടെ 2500 കോടി രൂപയ്ക്കടുത്ത് വായ്പയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കാർഷിക ക്ഷേമ വകുപ്പുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒരു ക്ഷേമ പദ്ധതിയാണിത്. അതായത് നിലവിൽ നമുക്ക് കൃഷിഭൂമി ഉണ്ടായിരുന്നിരിക്കാം, അവിടെയുള്ള കൃഷി കാലാവസ്ഥ ബാധിച്ച് ഒരുപക്ഷെ തകർച്ച നേരിട്ടിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ പലതരം കാലാവസ്ഥകളെ അതിജീവിച്ച് മുന്നേറുന്ന തരത്തിലുള്ള വിളകൾ അതെല്ലാം തന്നെ നമുക്ക് അപര്യാപ്തമായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ കൃഷിയിൽ നമുക്ക് വേണ്ടത്ര വിളവുകൾ ലഭിക്കാതെ പോകുന്നതും അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം തരിശു നിലമായിട്ട് കിടക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളെല്ലാം കണ്ടെത്തി കർഷകർക്ക് പ്രത്യേക ധനസഹായങ്ങൾ നൽകി കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ജനക്ഷേമ പദ്ധതിയാണിത്. ഈ പദ്ധതി ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുമ്പോൾ ഇവിടെ കർഷകർക്ക് തിരിച്ചടയ്ക്കേണ്ടാത്ത സബ്സിഡിയായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രാധാന്യമർഹിച്ച്, അതായത് മുൻഗണന അടിസ്ഥാനമാക്കി നൽകുന്നത് റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്കായിരിക്കും. അതായത് റബ്ബർ കർഷകർക്ക് മാത്രമല്ല ലഭിക്കുക, ഏലം കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്, അതോടൊപ്പം തന്നെ കാപ്പി കൃഷി ചെയ്യുന്നവരുണ്ട്, ഇതോടൊപ്പം തന്നെ ജാതി, വാനില പോലുള്ള കൃഷികൾ, തുടർന്ന് അങ്ങോട്ട് വിവിധ ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക്, അതായത് പച്ചക്കറികൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വരെ സർക്കാരിൻ്റെ വിവിധ ധനസഹായ പദ്ധതികളും പ്രത്യേക പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അപേക്ഷ വിളിച്ചിട്ടുള്ളത് റബ്ബർ കർഷകർക്കാണ്, അല്ലെങ്കിൽ റബ്ബർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കായിരിക്കും. അപ്പോൾ ഇതിനുവേണ്ടി അപേക്ഷ വയ്ക്കാൻ പറ്റുന്നത് എറണാകുളം ജില്ലയിലുള്ള കർഷകർ, അതോടൊപ്പം തന്നെ കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ല, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ല, ഏറ്റവും ഒടുവിലായിട്ട് തിരുവനന്തപുരം, ഈ ജില്ലകളിൽ ഉൾപ്പെടുന്ന റബ്ബർ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ റബ്ബർ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള സ്ഥലമുള്ളവർക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത്. നിലവിൽ അപേക്ഷകൾക്കുള്ള പോർട്ടൽ സജ്ജമായി കഴിഞ്ഞു. kerala.plantation.gov.in എന്ന വെബ്സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കാൻ. 25 സെൻറ്റ് മുതൽ 5 ഹെക്ടർ വരെയുള്ള കൃഷിസ്ഥലമുള്ള കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. പരമാവധി 2 ഹെക്ടറിന് വരെ ധനസഹായം ഉണ്ടായിരിക്കും. ഹെക്ടർ 1-ന് 75,000 രൂപയായിരിക്കും സഹായം ലഭിക്കുക. ആദ്യ വർഷം 55,000 രൂപ, രണ്ടാം വർഷം 20,000 രൂപ എന്ന രീതിയിലായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നത്. ഇനി കർഷകൻ അപേക്ഷ വയ്ക്കുമ്പോൾ സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകൾ, സ്ഥലത്തിൻ്റെ സ്കെച്ച്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തിരിച്ചറിയൽ രേഖ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. കർഷകൻ്റെ ഫോട്ടോയും ആവശ്യമാണ്. ഓൺലൈൻ വഴി ഇതെല്ലാം സമർപ്പിച്ച ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്കെല്ലാം കൃത്യമായിട്ട് പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്ന നഴ്സറികൾക്കും ധനസഹായം ഉണ്ടായിരിക്കും. 6 ലക്ഷം രൂപ വരെയൊക്കെ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകൾ കൂടിയാണ് ഇവിടെ തുടക്കമാകുന്നത്. അതുകൊണ്ട് തന്നെ നഴ്സറികൾക്കും കർഷകർക്കും ഒരുപോലെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യഘട്ടം നടപ്പിലാക്കിയ ശേഷമായിരിക്കും മറ്റ് വിവിധ വിളകൾക്കുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക. ആദ്യഘട്ടത്തിൽ 30,000 ഹെക്ടറോളം കൃഷിസ്ഥലത്തിന് ഇപ്പോൾ ധനസഹായം വിതരണം ചെയ്യാനാണ് തീരുമാനമായിരിക്കുന്നത്. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, അത് നമ്മൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.